السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه أجمعين. ثم أما بعد. പരിശുദ്ധമായ സൂറത്തുൻ നൂറിലെ 34-ാമത്തെ സൂറത്താണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അത് അത്ഭുതകരമാണ്, മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. അതിൻ്റെ പ്രക്രിയ നോക്കുമ്പോൾ ഒരു സർവശക്തനായ ഒരാളുടെ സഹായമില്ലാതെ, പിൻബലമില്ലാതെ അങ്ങനെ ഒന്നും ഉണ്ടാകുക പ്രയാസമാണ് എന്നതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ഉദ്ദേശം, അല്ലാതെ മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കലല്ല. അത് കഴിഞ്ഞതിന് ശേഷം അതേ ആയത്തിൽ തന്നെ പരാമർശിക്കുന്ന രണ്ടാമത്തെ കാര്യം, യുനസ്സിലു മിനസ് സമായി, ആകാശത്തിൽ നിന്ന് അവൻ ഇറക്കുന്നു, മിൻ ജിബാലിഹ, അതിലുള്ള പർവ്വതങ്ങളിൽ നിന്ന്. അതായത് മേഘപർവ്വതങ്ങളിൽ നിന്ന് എന്തിനെ? മിംബറദീൻ, ആലിപ്പഴത്തെ. ഫയുസീബു ബിഹി മൻ യശാ വയസ്രിഫു അമൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അത് ലഭിക്കും, ഉദ്ദേശിച്ചവരെ തൊട്ട് തിരിച്ചു വിടുന്നു. അതായത് ആലിപ്പഴം പെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. യാദൃശ്ചികമായിട്ടുണ്ടാകുന്നതാണ് ആലിപ്പഴം എന്നാണ് പറയുന്നത് എങ്കിൽ വാദമെങ്കിൽ അതെന്നാ എല്ലായിടത്തും ഉണ്ടാവണ്ടേ എന്ന് ചോദിക്കാം. അല്ല മറിച്ചാണ് എങ്കിൽ എന്തുകൊണ്ട് ചില സ്ഥലത്ത് ഉണ്ടാകുന്നില്ല, അങ്ങനെയൊക്കെ പറയാമല്ലോ. ഇത് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് ചില സ്ഥലത്ത് ഉണ്ടാകുന്നു, ചില സ്ഥലത്ത് ഉണ്ടാകുന്നില്ല. 1986 ഏകദേശം 1 കിലോ ഭാരമുള്ള ആലിപ്പഴം പെയ്ത് ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് എന്ന ജില്ലയിൽ 92 പേർ മരിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഭാരമേറിയ ആലിപ്പഴ വീഴ്ചയായിരുന്നത്. അപ്പോൾ ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല. അത് എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കൊള്ളുന്നുമില്ല, ഒരേ വലിപ്പത്തിലായിക്കൊള്ളണമെന്നുമില്ല. പല വലിപ്പത്തിലായി കണ്ടുവരുന്ന ഇതാണ് ആലിപ്പഴം എന്ന് പറയുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വിശദീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ചൂടേറിയ നീരാവി, അതിനകത്ത് പറഞ്ഞ പോലെ ജലാശയങ്ങളിൽ നിന്ന്, സമുദ്രത്തിൽ നിന്നെല്ലാം ഉയരുന്ന നീരാവി വളരെ പെട്ടെന്ന് തണുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് ചൂടിൽ നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തണുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ഒരു ഐസ് രൂപം കൈവരും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ, ഫ്രീസറുകളിലൊക്കെ ഐസ് ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. വെള്ളം ചൂടുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള താപനിലയിലുള്ള വെള്ളം, ആ വെള്ളം നമ്മൾ വളരെ പെട്ടെന്ന് ശക്തമായ തണുപ്പ് നൽകി തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഐസ് രൂപം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഇതാണ് ആലിപ്പഴം എന്ന് പറയുന്നത്. ഏകദേശം അതായത് ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഒക്കെ ഉയരത്തേക്ക് ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഈ നീരാവി ഉയരുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന തണുത്ത വായുവുമായി, ചിലപ്പോൾ അമിതമായി തണുത്ത വായുവായിരിക്കും, ആ തണുത്ത വായുവുമായി സമ്പർക്കത്തിൽപ്പെടുമ്പോഴാണ് ശരിക്കും ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ ചെറിയ ഐസ് കട്ടകളാണ് ഉണ്ടാകുക, ചിലപ്പോൾ വലുതുണ്ടാകും. നേരത്തെ നമ്മൾ ബംഗ്ലാദേശിലെ അനുഭവം പറയുന്നത് പോലെ. ഏതായിരുന്നാലും അത് നിങ്ങൾ കാണുന്നില്ലേ, അതൊരു അത്ഭുതമാണ്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ് അത്. അപ്പോൾ അതാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ആകാശത്തെ മേഘപർവ്വതങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം വർഷിക്കുന്നു, എന്നിട്ടോ താൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അത് വീഴ്ത്തി കൊടുക്കുന്നു, മറ്റു ചിലരിൽ നിന്ന് അത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞിട്ട് അതേ ആയത്തിൽ പറയുന്ന മൂന്നാമത്തെ കാര്യം യകാദു സനാബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ എന്നാണ്. അതായത് അതിൻ്റെ മിന്നൽ പ്രഭ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറുള്ളതാണ്. ഇവിടെ നമുക്ക് ന്യായമായും ഒരു കാര്യം ചോദിക്കാം. എന്താന്ന് ചോദിച്ചാൽ വളരെ വിരുദ്ധമായ 2 ഇമേജറികളാണല്ലോ ഇവിടെ നൽകിയിരിക്കുന്നത്.
ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആലിപ്പഴമാണ്, തണുത്തുറഞ്ഞ ആലിപ്പഴം. ഇവിടെ ഇപ്പൊ പറയുന്നതോ മിന്നൽ, കണ്ണുകളെ റാഞ്ചിയെടുത്തേക്കാവുന്ന മിന്നലിനെ കുറിച്ചാണ്. പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം, എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉടനെ തന്നെ ഇത് പറഞ്ഞത് എന്നത് ഒരു 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 ശ്രദ്ധിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ആലോചിക്കാനുള്ള ഒരു വലിയ ഒരു സത്യമാണ് അത്. അതായത് ആലിപ്പഴങ്ങളും ഈ ആലിപ്പഴങ്ങളെക്കുറിച്ച് ഈ സൂറത്തുൻ നൂറിൻ്റെ 43-ാം ആയത്തിൽ ഈ ആലിപ്പഴത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിൻ്റെ മിന്നൽ പിണർ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറുള്ളതാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്താണ് അങ്ങനെ വളരെ 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 തൊട്ടടുത്ത് ആത്തിഫ് ചെയ്യപ്പെട്ട രൂപത്തിലുള്ള രണ്ട് വൈരുദ്ധ്യമായ ഇമേജറികൾ എന്നൊരു സംശയം ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ സംശയതാണ്, നമ്മൾ ആലിപ്പഴത്തിൻ്റെ ഒപ്പം മിന്നലിനെ പറയാൻ ആലിപ്പഴത്തിനും മിന്നലിനും വല്ല ബന്ധമുണ്ടോ? അത് ഒരു സാധാരണക്കാരന് വരെ ഉണ്ടാകാവുന്ന ഒരു ചോദ്യം തന്നെയാണല്ലോ. ആലിപ്പഴത്തെ പറഞ്ഞ ഉടനെ തന്നെ അതേ ആയത്തിൽ തന്നെ മിന്നൽ പിണറിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന്. ഇതേക്കുറിച്ച് ശാസ്ത്രത്തിൽ പറയുന്ന ശാസ്ത്രീയമായ രചനകളിൽ പറയുന്നത്, അതിയായി ശീതീകരിക്കപ്പെട്ട ജലഗണങ്ങളും ഹിമപരലുകളുമടങ്ങുന്ന മേഘഭാഗത്ത് ആലിപ്പഴം വീഴുമ്പോൾ മേഘം വൈദ്യുതീകരിക്കപ്പെടുന്നു. അതായത് മേഘം കൂടിക്കിടക്കുകയാണ്, റുക്കാമായിട്ട് കിടക്കുകയാണ്. തണുപ്പിക്കപ്പെട്ട ജലത്തിന്റെ കണികകൾ, അതിൽ നിന്ന് തന്നെ ഐസായി തീർന്ന പരലുകൾ, ചെറിയ കഷ്ണങ്ങൾ, ഇത് മേഘത്തിന്റെ ഭാഗത്ത് ആലിപ്പഴമായി മേഘത്തിന്റെ മുകളിൽ വീഴുമ്പോൾ, ഭൂമിയിൽ വീഴുന്നതാണ് ആലിപ്പഴം എന്ന് പറയുന്നത്. പക്ഷേ അത് ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് അതിൻ്റെ താഴെ ഭൂമിയുടെയും മേഘത്തിൻ്റെയും ആലിപ്പഴത്തിൻ്റെയും ഇടയിലുള്ള മേഘത്തിൽ വീഴുമല്ലോ. ആ മേഘത്തിൽ അത് വീഴുമ്പോൾ മേഘത്തിന് വൈദ്യുതീകരണം സംഭവിക്കുന്നു. അതായത് ദ്രവീകരിക്കപ്പെട്ട ജലഗണങ്ങൾ, ഈ മേഘത്തിലുള്ള ദ്രവീകരിക്കപ്പെട്ട ജലഗണങ്ങൾ അത് ആലിപ്പഴമായി കൂട്ടുമുട്ടുമ്പോൾ അതിശൈത്യം ഉണ്ടാകും. ആ അതിശൈത്യത്താൽ അത് ഉറച്ചു പോകും. അപ്പോൾ അതിശൈത്യം ഉണ്ടാകുന്നതോടുകൂടി അതിൻ്റെ ഉള്ളിലുള്ള താപം പുറത്തേക്ക് പോകും. ഇത് ആലിപ്പഴത്തിൻ്റെ ബാഹ്യതലം ചുറ്റുമുള്ള പരലുകളോളം ഊഷ്മളമായി നിൽക്കാൻ കാരണമാവുന്നു എന്നാണ് ആ പുസ്തകം പറയുന്നത്. അപ്പോൾ ആലിപ്പഴങ്ങൾ മേഘത്തിലെ ഹിമപരലുകളുമായി സന്ധിക്കുമ്പോൾ ഒരു പ്രധാന പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട്. എന്താണെന്നറിയോ? ഇലക്ട്രോണുകൾ, മേഘത്തിലെ ഇലക്ട്രോണുകൾ കൂടുതൽ തണുപ്പുള്ള പ്രതലത്തിൽ നിന്ന് ഊഷ്മളമായ പ്രതലത്തിലേക്ക് നീങ്ങുന്നു. അതുവഴി ആലിപ്പഴം നെഗറ്റീവ് ചാർജ് ചെയ്യപ്പെടും. അതിശീതീകൃത ജലകണികളാണെങ്കിലോ ആലിപ്പഴവുമായി സന്ധിക്കുമ്പോൾ ഇതേ ഇഫക്റ്റ് ഉണ്ടാവും. കാരണം അതിലുള്ളത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മേഘം വൈദ്യുതീകരിക്കപ്പെടും. അങ്ങനെ അപ്പോൾ അതോടെ ഈ കാർമേഘത്തിന്റെ താഴെ ഭാഗം അതിൽ നെഗറ്റീവ് ചാർജ് നിറയും. ഈ നെഗറ്റീവ് ചാർജാണ് ഇടിമിന്നലായി മാറുന്നത്. ഇതിൽ നിന്നാണ് ആലിപ്പഴങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആലിപ്പഴത്തിനും മേഘങ്ങളുടെ അടിഭാഗത്തിനും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ആ ബന്ധം ചുരുക്കത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഈ പെട്ടെന്ന് ഉള്ള ഒരു തണുപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ അതിൻ്റെ മേഘത്തിൻ്റെ താഴ്ഭാഗം നെഗറ്റീവ് ചാർജ് ചെയ്യപ്പെടുന്നു. ഈ നെഗറ്റീവ് ചാർജ് ചെയ്യപ്പെടുന്നത് ഈ ഹിമപരലുകൾ കാരണമാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജാണ് സത്യത്തിൽ
ഇടിമിന്നൽ എന്ന് പറയുന്നത്. അടുത്ത കാലത്താണ് ശാസ്ത്രം ഇത് കണ്ടെത്തുന്നത്. അതായത് മുമ്പ് നിലവിലുണ്ടായിരുന്നത് അന്തരീക്ഷത്തിൽ 2 തരം മേഘങ്ങളുണ്ട്. അതിലൊന്ന് ഈർപ്പമുള്ളതാണ്, മറ്റൊന്ന് വരണ്ടതാണ്. അപ്പോൾ ഈർപ്പമുള്ള മേഘങ്ങളിൽ നിന്ന് ഈ രണ്ട് തരം മേഘങ്ങളുണ്ട്. അപ്പോൾ ഈ മേഘങ്ങൾ മഴയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈർപ്പമുള്ള മേഘവുമായി വരണ്ട മേഘങ്ങൾ കൂട്ടുമുട്ടുമ്പോഴാണ് ഇടിമുഴക്കം എന്ന് പറയുന്ന കാര്യമുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിലിയൻ കാലത്തുണ്ടായിരുന്ന ദർശനമാണ്. അപ്പം ഇതാണ് ഇത് പറഞ്ഞ ഉടനെ നമ്മൾ പരിശോധിച്ച ഒരു വിഷയം അതാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച വിഷയം അതാണ്. മറ്റു വിഷയങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെതായ സമയത്ത് ഇൻഷാ അല്ലാഹ് ചെറിയ നിലക്ക് ആവശ്യമായ രൂപത്തിൽ സംസാരിക്കാവുന്നതാണ്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഈ ആയത്തിൽ 3 അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എന്താ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളത് അനുഭവിക്കുന്നില്ലേ എന്ന് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. മറിച്ച് നിങ്ങൾ ഇതെല്ലാം ഇതൊക്കെ ചെയ്യാൻ അള്ളാഹുവിനല്ലേ കഴിയുക, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത് എന്നതാണ്. അപ്പൊ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്നില്ലേ എന്നായി തീരും അതിൻ്റെ അർത്ഥം. തുടർന്ന് അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. യുഖല്ലിബുല്ലാഹു, അള്ളാഹു മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലൈല വന്നഹാർ, ആകാശത്തെയും പകലിനെയും രാത്രിയെയും അള്ളാഹു മാറ്റി മറിച്ചു കൊണ്ടേയിരിക്കുന്നു. കണ്ണുള്ളവർക്ക് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ, തീർച്ചയായും ഇതിൽ ചിന്താവിഷയമുണ്ട്. ആർക്ക്? ലിഉലിൽ അബ്സാർ, ചിന്തിക്കുന്ന ആൾക്കാർക്ക്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. കാരണം ചിതറിക്കിടക്കുന്ന കാർമേഘങ്ങൾ ഒന്നിച്ചു ചേർന്ന് മല പോലെ കുമിഞ്ഞുകൂടി അതിൽ നിന്നും പരസ്പരം മഴയുണ്ടാകുന്നു, മിന്നലുണ്ടാകുന്നു, ആലിപ്പഴം വർഷിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള വലിയ പ്രക്രിയകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? അതോടൊപ്പം തന്നെ രാത്രിയും പകലും മാറി മാറി വരുന്നു. ഇപ്പൊ രാത്രി കൂടുതലാണ് എങ്കിൽ പകൽ അതിനനുസരിച്ച് കുറയും, പകല് കൂടുതലാണ് എങ്കിൽ രാത്രി അതിനനുസരിച്ച് കുറയും. അതൊരു പ്രതിഭാസമാണ്. രണ്ടാമത്തേത്, ഈ രാത്രിയും പകലും വരുന്നത് ഭൂമിയും സൂര്യനും കറങ്ങുന്നത് കൊണ്ടാണ്. ആ ഭൂമിയുടെയും സൂര്യന്റെയും കറക്കമാണെങ്കിൽ 2 സ്പീഡിലുള്ളതാണ്, 2 ദിശയിലുള്ളതാണ്, 2 രീതിയിലുള്ളതാണ്. എന്നിട്ടും അവ കൂട്ടിമുട്ടുന്നില്ല. ഒന്നത്. 2, അതിന്റെ കൃത്യമായ കണക്ക് തെറ്റുന്നില്ല. നമ്മൾ എത്ര ധൈര്യത്തോടുകൂടിയാണ് കലണ്ടറുകൾ അച്ചടിക്കുന്നത്. 2025 പിറക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് 2025 കലണ്ടർ നാം തയ്യാറാക്കുകയാണ്. നോക്കൂ. അപ്പോൾ ഇന്ന ദിവസമായിരിക്കും, ഇന്ന ദിവസമായിരിക്കും തുടങ്ങിയ ഓരോ കാര്യങ്ങൾ നേരത്തെ പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? ഭൂമിയിൽ ആ പ്രകൃതി നിയമങ്ങൾ അത് മാറുന്നില്ല, അതിൽ വ്യത്യാസം വരുന്നില്ല എന്ന് നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിശ്വാസത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ മറ്റൊരു കാര്യം പറയുകയാണ് അടുത്ത ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി വമിൻഹും മൻ യംശി അലാ അർബഅ യഖ്ലുഖുല്ലാഹു മാ യശാഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്കാണ്, ജന്തുജാലങ്ങളുടെ സൃഷ്ടിപ്പിലേക്കും അതുവഴി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്കും മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അള്ളാഹു ഈ ആയത്തിൽ ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കുന്ന അറിയോ?
അള്ളാഹു എല്ലാ ജീവികളെക്കുറിച്ചും പറയുന്നുണ്ട്, എല്ലാ ജീവികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി മനുഷ്യനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാൽ ആ മനുഷ്യനെ കുറിച്ചല്ല ആദ്യം പറയുന്നത്, മറിച്ച് നോക്കൂ, അത് ഉരകങ്ങളെ കുറിച്ചാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് നമുക്ക് ചിന്തിക്കാം. അള്ളാഹു പറയാണ്, അള്ളാഹു ഖലഖ പടച്ചിരിക്കുന്നു, കുല്ലദാബത്തിൻ എല്ലാ ജീവികളെയും, മിമ്മാഇൻ വെള്ളത്തിൽ നിന്ന്. അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫമിൻഹും എന്നിട്ട് ആ ജീവികളുടെ വംശത്തിലുണ്ട്, ആ ജീവികളുടെ കൂട്ടത്തിലുണ്ട്, മൻ യംശി അലാ ബത്നിഹി വയറിന്മേൽ നടക്കുന്നവ. കാരണം ഉദരത്തിന്മേൽ ഇഴഞ്ഞു സഞ്ചരിക്കുന്നവയാണ് അവയിൽ. പിന്നെ വമിന്നും മൻ യംശി അലാ റിജ്ലൈൻ, പിന്നെയാണ് രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യനെ പറയുന്നത്. പിന്നെയോ വമിന്നും മൻ യംശി അലാ അർബഅ, പിന്നെ 4 കാലുള്ളവയെ പറയുന്നു. നോക്കൂ, എന്താണ് ഇങ്ങനെ ക്രമീകരിക്കാൻ എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ നടുവിൽ നിർത്തിയിട്ട് അവന്റെ അപ്പുറത്തുള്ള ഉരകങ്ങളിലേക്കും ഇപ്പുറത്തുള്ള നാക്കാലികളിലേക്കും അള്ളാഹു വിരൽ ചൂണ്ടുകയാണ്. മനുഷ്യ, അവയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്കപ്പം മനസ്സിലാകും ഈ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം എന്ന് അള്ളാഹു പറയാണ്. ഇതിൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞത് ഉരകങ്ങളുടെ കാര്യമാണ്. അതായത് ഇഴജന്തുക്കൾ, അവ കാലുകൊണ്ടല്ല ഇഴഞ്ഞു നടക്കുന്നത്, കാലിലല്ല നടക്കുന്നത്. അവ നടക്കുന്നത് അവയുടെ വയറ്റിലിഴഞ്ഞുകൊണ്ടാണ് ജീവിതകാലം മുഴുവനും. നോക്കൂ, എത്ര കട്ടിയുള്ള ചർമ്മമാണെങ്കിലും ആ ചർമ്മത്തിന്മേൽ ഇഴഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ, നോക്കൂ, ഒരു മനുഷ്യൻ ലാ സമഹല്ലാ കയ്യോ കാലില്ല, അവന് തൻ്റെ പൃഷ്ഠത്തിന്മേൽ ഇഴഞ്ഞ് നിരങ്ങി നടക്കേണ്ട സാഹചര്യമാണെന്ന് വെക്കുക. അവിടെ അവൻ എന്തെങ്കിലും ഒന്ന് വെക്കേണ്ടി വരും, ബലമുള്ള എന്തെങ്കിലും ഒന്ന് പിടിപ്പിക്കേണ്ടി വരും. അല്ലാതെ അവൻ ഇഴഞ്ഞു നടന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അവൻ്റെ ചർമ്മം തകർന്നു പോകും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കയ്യും കാലും കൊടുക്കപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അവന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ചർമ്മം അങ്ങനെ അതിന്മേൽ ഇഴഞ്ഞു നടക്കാൻ മാത്രം ബലമുള്ളതല്ല. അതുകൊണ്ട് 2 കാലിലോ 4 കാലിലോ നടക്കുന്ന ഒരു ജീവി, നടക്കേണ്ടുന്ന ഒരു ജീവി, ആ ജീവി എങ്ങാനും തൻ്റെ വയറ്റിലോ അല്ലെങ്കിൽ തൻ്റെ തൊലി കൊണ്ടോ തൊലിയുടെ മുകളിലോ ഇഴയേണ്ട ഒരു സാഹചര്യം വന്നാൽ വലിയ കഷ്ടത്തരമാണ്, വലിയ ബുദ്ധിമുട്ടാണ് അതുണ്ടാക്കുക, അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. അതേസമയം സർപ്പങ്ങൾ, ഉരകവർഗ ജീവികൾ, അവയൊക്കെ നോക്കൂ, ജീവിതകാലം മുഴുവനും അവയുടെ വയറിന്മേൽ, സ്വന്തം ചർമ്മത്തിന്മേൽ ഇഴഞ്ഞാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ട ആൾക്കാർക്ക് അതിപ്പോ അങ്ങനെയാണ്, അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുന്ന നിഷേധികളായ അഹങ്കാരികൾക്കല്ല, മറിച്ച് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വലിയ അത്ഭുതം ഉണ്ട്. എന്നിട്ട് തുറന്ന് അള്ളാഹു പറയാണ്, യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചതിനെയെല്ലാം അവൻ പടക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. തുടർന്ന് അള്ളാഹു അടുത്ത ആയത്തിലേക്ക് വരുന്നു, 46-ാമത്തെ ആയത്ത്. ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാതിൻ വല്ലാഹു യുഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ലഖദ് അൻസൽനാ, തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നു, ആയാത്തിൻ ബയ്യിനാത്തിൻ, ആയാത്തിൻ മുബയ്യിനാത്തിൻ, വളരെ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ. നോക്കൂ, അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളൊന്നും ഒരുപാട്
സാഹസപ്പെട്ട് മനസ്സിലാക്കിയെടുക്കേണ്ടവയല്ല, മറിച്ച് മുബയ്യിനാത്താണ്. വളരെ സരളമായി, വളരെ വേഗത്തിൽ, യാതൊരു പ്രയാസവുമില്ലാതെ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളവയാണ് അള്ളാഹു നൽകി. അതുകൊണ്ടാണ് ലഖദ് അൻസൽനാ ആയാത്തിൻ മുബയ്യിനാത്തിൻ, തീർച്ചയായും നാം വളരെ സ്പഷ്ടമായ ആയത്തുകളെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. വല്ലാഹു യഹ്ദീ മൻ യശാഉ, അള്ളാഹു അവൻ കരുതിയവരെ എത്തിക്കുന്നു ഇലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തും മുസ്തഖീമിലേക്ക്. ഇനി ഈ അള്ളാഹു ഇപ്പൊ പറഞ്ഞത് വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്നാണ്. ചൊവ്വായ വഴിയിലേക്ക് അള്ളാഹു അവൻ കരുതിയവരെയാണ് എത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ചൊവ്വായ വഴിയിലെത്താനും സൽസരണയിൽ ജീവിക്കാനും അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം, അള്ളാഹിന്റെ തൗഫീഖ് വേണം എന്നർത്ഥം. അപ്പോ അങ്ങനെ പറഞ്ഞ് വെക്കുന്നത്, അങ്ങനെ പറഞ്ഞ് നിർത്തുന്നത് അള്ളാഹു വിശ്വാസത്തിൽ കാപഢ്യം കാണിക്കുന്ന ചില കള്ളന്മാരെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് മുനാഫിക്കുകളാണ്, കപടവിശ്വാസികൾ. ഇപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്. പക്ഷെ നബിയുടെ കാലത്തുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനതയുടെ മുമ്പിൽ നിറഞ്ഞു ജീവിക്കുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി സഫിയ ബീവി വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വഴിയുടെ ഒരു അരികിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സഫിയ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ സംസാരിച്ച് നേരം ഇരുട്ടായപ്പോ പിന്നെ മഗ്‌രിബ് നിസ്കാരത്തിനുള്ള സമയമായിട്ടില്ല. പക്ഷേ നേരം ഇരുട്ടിയിരിക്കുന്നു. ഇരുട്ട് എന്നാൽ നന്നായി ഇരുട്ടിന്നല്ല, ദൂരെ നിന്ന്, അല്ലെങ്കിൽ കുറഞ്ഞ ഒരു ദൂരെ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ആളെ തിരിച്ചറിയാൻ കഴിയാത്ത പോലുള്ള ഒരു ഇരുട്ട് പരന്നിരിക്കുന്നു. ആ സമയത്താണ് രണ്ട് അൻസാരികളായ ആൾക്കാർ നബിയും സഫിയ ബീവിയും നിൽക്കുന്ന വർത്തമാനം പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഏതാണ്ട് അടുത്തുകൂടെയായിട്ട് അങ്ങോട്ട് കടന്നു പോകുന്നത്. അവര് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നബിയാണ് എന്ന് മനസ്സിലായി. നബിയെ പിന്നെ മുഖം കണ്ടില്ലെങ്കിലും മനസ്സിലാവും. കാരണം നബി എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ലൈവാണ്. അതുകൊണ്ട് ഒന്ന് നബിയാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അവരുടെ മനസ്സിൽ നിന്ന് ആശങ്കകളെ പോയി. ഈ ഇരുട്ടത്ത് എന്താണ് ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ചിന്തയൊന്നും പിന്നെ ഉണ്ടാവില്ല. കാരണം നബിയാണല്ലോ. നബിക്ക് ആരുടെയും ഒപ്പം നിൽക്കാം. നബി എല്ലാവരെയും കാണാൻ വേണ്ടി വന്ന ആളാണ്. പിന്നെ നബിയുടെ ജീവിതത്തിൽ തെറ്റായ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഇതുവരെ കാണേണ്ടതാണ്, കണ്ടിട്ടില്ല. സഫിയ ബീവിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ, സഫിയ ബീവിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത് ഖൈബർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണല്ലോ. ഖൈബർ യുദ്ധം നടക്കുന്ന ഹിജ്റ 7-ാം വർഷത്തിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് ഏതാണ്ട് ഒരു 3 അല്ലെങ്കിൽ 4 വർഷം മുമ്പ് മാത്രമാണ് ആ വിവാഹം നടക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം അവരവിടെ പോവുകയും ചെയ്തു. അവർക്ക് സംശയമില്ല. അതുകൊണ്ട് അവർ വേറൊന്നും നോക്കിയില്ല, എത്തി നോക്കിയില്ല, സൂക്ഷിച്ചു നോക്കിയില്ല, അടുത്തു വന്ന് നോക്കിയില്ല എന്നത്. പക്ഷെ നബി അത് നോട്ട് ചെയ്തു. നബി ഉടനെ ആ പോകുകയായിരുന്ന രണ്ടാളെയും തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹ സഫിയ ബിന്തു ഹുയൈ. ഞാൻ ഈ വർത്തമാനം പറഞ്ഞു നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ, ഈ പർദ്ദ ധരിച്ച് നിൽക്കുന്ന, എൻ്റെ അടുത്ത് നിൽക്കുന്ന പെണ്ണ്, ഈ ഇരുട്ടിൽ നിൽക്കുന്ന പെണ്ണ്, അതാരാന്നറിയോ? എൻ്റെ ഭാര്യ സഫിയാണ് കേട്ടോ. അപ്പോ നോക്കൂ, എന്താണ് നബി ചെയ്യുന്നത്? നബിയുടെ ജീവിതത്തിന്റെ തെളിമയാണത്. കാരണം ഈ രണ്ടാൾക്കാർ അങ്ങനെ പോയി, ആ രംഗത്തെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് ഏതെങ്കിലും ഒരുത്തൻ നബിയെക്കുറിച്ച് ഒരു പെണ്ണിനെയും കൂട്ടി ഒരു അപവാദം പറഞ്ഞാൽ ഈ രണ്ടാൾക്കാർ ആദ്യം ചിന്തിക്കുക എന്താണ്? ശരിയായിരിക്കാം, കാരണം അന്നൊരിക്കൽ അങ്ങനെ ഞങ്ങൾ കണ്ടു, സംശയാസ്പദമായ രൂപത്തിൽ നബി ഒരു പെണ്ണിന്റെ ഒപ്പം നിൽക്കുന്നത് കണ്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കും. അപ്പൊ അത് വലിയ ഫിത്നയിലേക്ക് എത്തും. അതുകൊണ്ട് ആ ഫിത്നയെ അവിടെ വെച്ച് തന്നെ വിശ്വാസമാ തങ്ങൾ ക്ലിയർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്.
നോക്കൂ, അതാണ് നബിയുടെ പ്രകൃതം, അല്ലെങ്കിൽ നബിയുടെ ഒരു സ്വഭാവം അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വളരെ തുറന്ന പുസ്തകമായി നബിയോടൊപ്പം ജീവിച്ച ആ ജനതയുടെ ഇടയിലും മുനാഫിക്കുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം തന്നെയല്ലേ അത്. നമ്മൾ അന്നത്തെ കാലത്ത് നമുക്ക് അതിൻ്റെതായ ഒരു അവബോധമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നിഷേധികളും കപടവിശ്വാസികളും മറ്റൊക്കെ ഉണ്ടാവാം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് നബിയുടെ കാലമാണ്, നബിയുടെ കാലത്തുള്ള കപടവിശ്വാസികൾ. അതുകൊണ്ട് ആ കപടവിശ്വാസികളുടെ ചില സ്വഭാവങ്ങളെക്കുറിച്ചും അവരെ പരിചയപ്പെടുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹു അടുത്ത ആയത്തുകളിൽ പറയുന്നത്. അതായത് 47 ആയത്ത് മുതൽ പറയുന്നത്. ഇനി അടുത്ത ആയത്ത് 47 ആയത്താണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.